ആദ്യമായിട്ട് പറയാനുള്ളത്, പാർലമെൻറ്റിൻ്റെ മുമ്പിൽ ഇവർ അവതരിപ്പിച്ച ആ ബില്ല് അത് വനിതാ സംവരണ ബില്ലല്ല. അത് 131 ഭരണഘടനാ ഭേദഗതി ബിൽ ആണ്. അപ്പോൾ വനിതാ സംവരണ ബിൽ എന്ന് പറയുന്നത് വാസം പറഞ്ഞാൽ അത് ശരിയല്ല. പിന്നെ ഈ ബില്ലിൻ്റെ പ്രധാന ഉദ്ദേശം എന്ന് പറയുന്നത്, ഒന്ന്, ലോക്സഭയുടെ മൊത്തത്തിലുള്ള അംഗസംഖ്യ കൂട്ടുകയും, രണ്ടാമത് സംസ്ഥാനങ്ങൾക്ക് എത്ര സീറ്റുകൾ കിട്ടുമെന്നുള്ളതിനെക്കുറിച്ചുള്ള തീരുമാനം, അതുപോലെ തന്നെ ഈ നിയോജകമണ്ഡലങ്ങളുടെ പുനർനിർണ്ണയം, ഈ കാര്യങ്ങൾ ഈ ഡെലിമിറ്റേഷൻ കമ്മീഷൻ വഴി തീരുമാനിക്കാനും ഉള്ള വ്യവസ്ഥകളാണ് ഇതിനകത്തുണ്ടായിരുന്നത്. പിന്നീട് വനിതകളെ സംബന്ധിച്ച്, വനിതാ സംവരണ ബില്ലിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ, ഇതിലുള്ള ഒരു അമെൻമെൻറ്റ് എന്ന് പറയുന്നത്, വനിതാ സംവരണ ബില്ല് 2023 ഐകകണ്ഠ്യേന എല്ലാ പാർട്ടികളും കൂടെ യോജിച്ച് പാസ്സാക്കിയെടുത്ത ഒരു ബില്ലാണത്. അത് നിയമമായി 2023 തന്നെ അത് ഭരണഘടനയുടെ ഒരു ഭാഗമായി മാറി. അപ്പോൾ അതുകൊണ്ട് അതിലന്ന് പറഞ്ഞിരുന്നത് 2026 ശേഷം നടക്കുന്ന സെൻസസ്, അത് കഴിഞ്ഞ് ഡെലിമിറ്റേഷൻ വരുമ്പോൾ ആ സമയത്ത് ഇത് നടപ്പിൽ വരുത്തണം എന്നാണ്. അപ്പോൾ ഈ ഭരണഘടനാ ഭേദഗതി ബില്ല് ഇപ്പോൾ കൊണ്ടുവന്നപ്പോൾ ആ ബില്ലിൽ 2023 ഭരണഘടനാ വനിതാ സംവരണ ബില്ലിൽ പറഞ്ഞിരുന്ന ആ ഒരു വ്യവസ്ഥ, അതായത് 2026 ശേഷം നടക്കുന്ന സെൻസസിൻ്റെ കാര്യത്തിൽ അതങ്ങ് കളഞ്ഞു. 2026 ശേഷം എന്നുള്ളത് അതിനകത്തുനിന്ന് മാറ്റി എടുക്കുന്ന ഒരു വ്യവസ്ഥ. കാരണം 2026 ശേഷമുള്ള സെൻസസുമായിട്ട് ഇത് ബന്ധിപ്പിക്കാതെ അതിന്ന് ഇതിനെ ഡീലിങ്ക് ചെയ്ത് വേറെ ഒരു രീതി, 2011 സെൻസസ് എടുത്ത് അതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ സംസ്ഥാനങ്ങളുടെ ലോക്സഭാ സീറ്റുകൾ തീരുമാനിക്കാനും, അതുപോലെ തന്നെ ഇത് നമ്മുടെ നിയോജകമണ്ഡലങ്ങളുടെ അതിർത്തി നിർണ്ണയിക്കുകയും ചെയ്യാനുള്ള വ്യവസ്ഥയാണ് ഇതിനകത്തുണ്ടായിരുന്നത്. അപ്പോൾ അതോടുകൂടി ഈ വനിതാ സംവരണ ബില്ലിൻ്റെ ആ ഒരു പ്രൊവിഷൻ അതിൽ ഒരല്പം വ്യത്യാസം വരുത്തുന്ന ഒരു രീതിയിലുള്ള വ്യവസ്ഥയാണ് ഇതിനകത്തുണ്ടായിരുന്നത്. അത് മാത്രമേ വനിതാ ബില്ലുമായിട്ട് ബന്ധിപ്പിക്കാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ ഈ ബില്ലിൻ്റെ പ്രധാന ഉദ്ദേശം എന്ന് പറയുന്നത്, ഒന്ന്, ലോക്സഭയുടെ അംഗസംഖ്യ കൂട്ടുക, 543 850 ആക്കുക. 2, അതനുസരിച്ച് സംസ്ഥാനങ്ങൾക്ക് എത്ര സീറ്റുകൾ കിട്ടും എന്നുള്ളതിനെക്കുറിച്ച് തീരുമാനിക്കാനും, പിന്നെ നിയോജകമണ്ഡലങ്ങളെ അതനുസരിച്ച് പുനഃക്രമീകരിക്കാനും വേണ്ടി ഡെലിമിറ്റേഷൻ കമ്മീഷനെ നിയമിക്കാനുമുള്ള വ്യവസ്ഥകളാണ് ഇതിനകത്ത് ഉണ്ടായിരുന്നത്. അതായത് ഭരണഘടനാ ഭേദഗതി കൊണ്ടുവരണമെങ്കിൽ പ്രതിപക്ഷത്തിൻ്റെ സഹായമില്ലാതെ സാധിക്കുകയില്ല. അങ്ങനെയാണ് ഇപ്പോഴത്തെ ലോക്സഭയുടെ ഒരു ഒരു സ്ഥിതി. കാരണം പ്രതിപക്ഷത്ത് 234 മെമ്പർമാരൊക്കെ ഉണ്ട്. അപ്പോൾ ഏത് ഭരണഘടനാ ഭേദഗതി കൊണ്ടുവന്നാലും പ്രതിപക്ഷത്തിൻ്റെ ഒരു സഹായമില്ലാതെ അത് പാസ്സാക്കാൻ പറ്റുകയില്ല. അങ്ങനെയുള്ളൊരവസ്ഥയാണ്. പക്ഷേ ഇതിൽ നമ്മൾ കാണേണ്ട ഒരു കാര്യം, ഈ ലോക്സഭയുടെ സ്ട്രെങ്ത് കൂട്ടാതെ തന്നെ, അംഗസംഖ്യ കൂട്ടാതെയും, അതുപോലെ തന്നെ ഈ നിയോജകമണ്ഡലങ്ങളുടെ പുനഃക്രമീകരണം നടത്താതെയും വനിതാ ബില്ല് നടപ്പിൽ വരുത്താൻ ബാധ്യസ്ഥരാണ് ഗവൺമെൻറ്. അതായത് ഇന്ന് നിലവിലിരിക്കുന്ന ഈ ലോക്സഭയുടെ അംഗസംഖ്യയുടെ അടിസ്ഥാനത്തിൽ അതിൻ്റെ 1/3 സീറ്റുകൾ വനിതകൾക്ക് വേണ്ടി റിസർവ് ചെയ്യണം. അതിന് പ്രശ്നമൊന്നുമില്ല. അപ്പോൾ അതിന് ഈ ഡെലിമിറ്റേഷൻ കമ്മീഷൻ നിയമിക്കണമെന്നില്ല. ഡെലിമിറ്റേഷൻ കമ്മീഷന് പകരം അത് ആ ഒരു ദൗത്യം ഇന്ന് നിലവിലിരിക്കുന്ന ഇലക്ഷൻ കമ്മീഷന് ചെയ്യാവുന്നതേ ഉള്ളൂ. വനിതകളുടെ റിസർവേഷൻ സീറ്റുകൾ ഏതൊക്കെയാണെന്ന് നിശ്ചയിക്കുക. പക്ഷേ അത് ഇന്ന് നിലവിലിരിക്കുന്ന സീറ്റുകളുടെ അടിസ്ഥാനത്തിലായിരിക്കും. ഇപ്പോൾ ഈ വനിതാ റിസർവേഷൻ, വനിതകളുടെ സംവരണത്തിനെ സംബന്ധിക്കുന്ന നിയമം അത് നടപ്പിലാക്കാൻ ബാധ്യസ്ഥരാണ് ഈ ഗവൺമെൻറ്. 2026 ശേഷമുള്ള സെൻസസ്, അപ്പോൾ സെൻസസ് കംപ്ലീറ്റ് ചെയ്തതിന് ശേഷമേ ഡെലിമിറ്റേഷൻ കമ്മീഷനെ നിയമിക്കാൻ പാടുള്ളൂ എന്ന് ഭരണഘടനയുടെ 82ാമത്തെ വകുപ്പിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് അനുസരിച്ച് ചെയ്താൽ വനിതകളുടെ സംവരണം 2029 നടപ്പിലാക്കാൻ കഴിയാതെ വരും എന്നാണ് ഈ ഗവൺമെൻറ്
ഇതിന് കാരണമായിട്ട് പറയുന്നത്, ഈ ബില്ല് കൊണ്ടുവരാൻ കാരണമായിട്ട് പറയുന്നത്. പക്ഷേ അതിൽ ഈ ഗവൺമെൻറ് ഒരു കാര്യം വ്യക്തമാക്കിയിട്ടില്ല. അതായത് താമസം വരും എന്ന് പറയുന്നതല്ലാതെ എത്ര താമസം വരുമെന്നും, ഇപ്പോൾ ഈ സെൻസസ് നടത്തുന്നത് 1 വർഷം കൊണ്ട് തീരുമോ 2 വർഷം കൊണ്ട് തീരുമോ എന്ന് ഒന്നും അവർ പറയുന്നില്ല. അല്ലെങ്കിൽ ഡെലിമിറ്റേഷൻ കമ്മീഷൻ അപ്പോയിൻറ്റ് ചെയ്താൽ അവർ ഈ ഒരു ദൗത്യം പൂർത്തിയാക്കണമെങ്കിൽ എത്ര വർഷം വേണ്ടി വരും എന്നൊന്നും അവർ പറയുന്നേ ഇല്ല. പക്ഷെ അതല്ലേ പറയേണ്ടത്. അതുകൊണ്ടല്ലേ ഈ ഭരണഘടനാ ഭേദഗതി ബില്ല് കൊണ്ടുവരാൻ കാരണം. 2029 നടപ്പിലാക്കാൻ വയ്യാതെ വരുന്നു എന്നുള്ളത് കൊണ്ടാണല്ലോ ഈ ഭരണഘടനാ ഭേദഗതി ബില്ല് കൊണ്ടുവന്നത്. പക്ഷെ അത് അവർ പറഞ്ഞിട്ടുമില്ല, അത് പറഞ്ഞിട്ടില്ല എന്താണെന്നുള്ളത്. അപ്പോൾ അത് പറയാത്രത്തോളം കാലം പാർലമെൻറ്റ് എങ്ങനെയാണ് ആ ഒരു കാര്യത്തിൽ തീരുമാനമെടുക്കുക? അതുപോലെ തന്നെ ലോക്സഭയുടെ മൊത്തം അംഗസംഖ്യ കൂട്ടുന്നു, 543 നിന്ന് 850 ആക്കുന്നു. ഒന്ന്, ലോക്സഭയുടെ മൊത്തത്തിലുള്ള അംഗസംഖ്യ കൂട്ടുക. അപ്പോൾ അതിന് എന്താണ് അതിൻ്റെ ഒരു അടിസ്ഥാനം എന്നുള്ളത് വ്യക്തമല്ല. ഗവൺമെൻറ്റാണത് ചെയ്യേണ്ടത്. പക്ഷേ ഗവൺമെൻറ് അത് ചെയ്യുന്നതിന് മുമ്പ് അതിനെക്കുറിച്ച്, അതായത് എത്ര വരെ ആകാം എന്നുള്ള ഒരു കാര്യം, അതൊരു പൊളിറ്റിക്കൽ ഡിസിഷനാണ്. അത് ഗവൺമെൻറ്റാണ് ചെയ്യേണ്ടത്. അത് ഭരണഘടന ഭേദഗതിയായിട്ട് കൊണ്ടുവരികയും വേണം. അപ്പോൾ അത് ചെയ്തതിന് ശേഷം, പക്ഷെ അത് മൊത്തത്തിൽ ജനസംഖ്യയിൽ എത്ര ജനം ഈ രാജ്യത്തുണ്ട് എന്നുള്ളത് അറിഞ്ഞതിന് ശേഷം മാത്രമേ ഗവൺമെൻറ്റിനും ആ ഒരു തീരുമാനം എടുക്കാൻ പറ്റുകയുള്ളൂ. അപ്പോൾ അതിന് ശേഷമാണ് പിന്നെ ഡെലിമിറ്റേഷൻ കമ്മീഷനെ അപ്പോയിൻറ്റ് ചെയ്യുന്നത്. ഇതിൽ തർക്കം എന്ന് പറയുന്നത് സംസ്ഥാനങ്ങൾക്ക് എത്ര സീറ്റുകൾ, അതെന്ത് അടിസ്ഥാനത്തിൽ എന്നുള്ളതാണ്. അപ്പോൾ അത് പാർലമെൻ്റല്ല തീരുമാനിക്കുന്നത്, അത് ഡെലിമിറ്റേഷൻ കമ്മീഷനാണ്. അത് തീരുമാനിക്കാൻ നമ്മുടെ ഭരണഘടനയുടെ 81-ാം വകുപ്പിൽ ഒരു ഫോർമുല കൊടുത്തിട്ടുണ്ട്. ആ ഫോർമുല അനുസരിച്ച് ഒരു സംസ്ഥാനത്തിൻ്റെ മൊത്തം ജനസംഖ്യയും ആ സംസ്ഥാനത്തിന് ലോക്സഭയിൽ അനുവദിച്ചിരിക്കുന്ന സീറ്റുകളും തമ്മിലുള്ള റേഷ്യോ എല്ലാ സംസ്ഥാനങ്ങളിലും ഒരുപോലെ ആയിരിക്കണമെന്ന്, ആസ് ഫാർ ആസ് പ്രാക്ടിക്കബിൾ എന്നാണ് പറയുന്നത്. അതിൻ്റെ അർത്ഥം എന്താണെന്ന് ചോദിച്ചാൽ, ഒരു നിയോജക മണ്ഡലത്തിൽ ഇപ്പോൾ കേരളത്തിൽ 10 ലക്ഷമാണെങ്കിൽ യു പിയിലും 10 ലക്ഷമായിരിക്കും, ബീഹാറിലും 10 ലക്ഷമായിരിക്കും, എല്ലാ സംസ്ഥാനങ്ങളിലും 10 ലക്ഷമായിരിക്കും. 1976 നമ്മൾ ഇതെല്ലാം പുനഃസംഘടിപ്പിച്ചപ്പോൾ, പുനർനിർണ്ണയം നടത്തിയപ്പോൾ, അന്ന് 71 പോപ്പുലേഷനാണ് അതിൻ്റെ ബേസിസായിട്ട് എടുത്തത്. അന്നത്തെ ആ പോപ്പുലേഷൻ അനുസരിച്ച് സംസ്ഥാനങ്ങൾ, ഈ നിയോജകമണ്ഡലങ്ങളുടെ പോപ്പുലേഷൻ എന്ന് പറയുന്നത് 10 ലക്ഷമായിട്ട് നിജപ്പെടുത്തിയിരുന്നു. അപ്പോൾ അങ്ങനെയാണ് എല്ലാ സംസ്ഥാനങ്ങളിലും 10 ലക്ഷം എന്നുള്ളത് നിജപ്പെടുത്തുകയാണ് ചെയ്തിരുന്നത്. പക്ഷേ അതിനുശേഷം ഈ പോപ്പുലേഷൻ്റെ കാര്യത്തിൽ ഒരുപാട് വ്യത്യാസം വന്നു. യു പിയിൽ 1971 ജനസംഖ്യ 8 കോടിയായിരുന്നത് പിന്നെ 2025 ആയപ്പോഴത്തേന് അത് 25 കോടിയായി. അപ്പോൾ ആ രീതിയിലുള്ളൊരു വ്യത്യാസം വന്നു കഴിഞ്ഞപ്പോൾ പിന്നെ ഏത് അടിസ്ഥാനമാണ് സ്വീകരിക്കുക സംസ്ഥാനങ്ങൾക്ക് സീറ്റുകൾ നൽകുന്ന കാര്യത്തിൽ എന്നുള്ളത് ഒരു വലിയ പ്രശ്നമാണ്. അപ്പോൾ അത് നിശ്ചയിക്കേണ്ടത് ഡെലിമിറ്റേഷൻ കമ്മീഷനാണെങ്കിലും ഈ ആർട്ടിക്കിൾ 81 ഫോർമുല ഇന്ന് നടപ്പിലാകത്തില്ല. കാരണം അത്രത്തോളം പോപ്പുലേഷനിൽ വ്യത്യാസം വന്നിരിക്കുന്നു. അപ്പം അതുകൊണ്ട് പുതിയ ഫോർമുല ഉണ്ടാക്കണം. ആ ഫോർമുല ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ അത്ര എളുപ്പമല്ല. അപ്പോൾ അതിന് ഞാൻ ഇപ്പം കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് ചാനലുകളിൽ ചർച്ച നടക്കുമ്പോൾ ഞാൻ പറയുന്നത്, അതിനെക്കുറിച്ച് വളരെ ഗഹനമായ ഒരു സ്റ്റഡി നടത്തേണ്ട ആവശ്യമുണ്ട്. എക്സ്പേർട്ടുകളെ വെച്ച് ഗവൺമെൻറ് അത് ചെയ്യണം. അത് ചെയ്തതിന് ശേഷം എല്ലാ ഗവൺമെൻറ്റുകളുമായിട്ടും കൺസൾട്ടേഷൻ നടത്തി, എല്ലാ പൊളിറ്റിക്കൽ പാർട്ടീസുമായിട്ട് കൺസൾട്ടേഷൻ നടത്തി, അതിൻ്റെ അടിസ്ഥാനത്തിൽ വേണം ഒരു ഫോർമുല തയ്യാറാക്കാനും. അപ്പോൾ അതനുസരിച്ച് 81 അതായത് 81-ാം വകുപ്പിൽ ഭരണഘടനയുടെ അതിൽ വേണ്ട മാറ്റങ്ങൾ വരുത്തുകയും വേണം. പക്ഷേ ഇന്നിപ്പോൾ ചെയ്തിരിക്കുന്നത്, ഈ ഭരണഘടനാ ബില്ല് അവർ കൊണ്ടുവന്നപ്പോഴും ഇതൊക്കെ മാറ്റിമറിക്കുന്ന ഒരു ഭരണഘടനാ ബില്ലാണ് അവർ കൊണ്ടുവന്നതെങ്കിലും, പക്ഷേ അതിനകത്ത്
ഈ 81 ഫോർമുല അതുപോലെ തന്നെ നിലനിർത്തിയിട്ടുണ്ട്, അത് മാറ്റിയിട്ടില്ല. അതിൻ്റെ അർത്ഥം 10 ലക്ഷം എന്നുള്ളത് ഇന്ന് നമ്മൾ നടപ്പിലാക്കുകയാണെങ്കിൽ സംസ്ഥാനങ്ങൾ തമ്മിൽ വലിയ അന്തരമുണ്ടാവും. 10 ലക്ഷം വെച്ച് കണക്കാക്കുകയാണെങ്കിൽ യു പിക്ക് 250 സീറ്റ് വരണം. അങ്ങനെയാണ്. അപ്പോൾ ആ രീതിയിലുള്ളൊരു കണക്കെന്ന് പറയുമ്പോൾ പാർലമെൻറ്റിന് മൊത്തത്തിൽ അംഗസംഖ്യ 1000 ചുരുവാനമാകും അങ്ങനെ വരികയാണെങ്കിൽ. അപ്പോൾ അത് വല്ലാത്തൊരു പ്രശ്നത്തിലേക്ക് മാറും. ആ രീതിയിലുള്ള ഒരു വലിയ ഇംബാലൻസ് തമ്മിലുണ്ടാവും. പിന്നെ വേറൊരു കാര്യം, നോർത്ത് സൗത്ത് ഡിവൈഡ് എന്ന് പറയുന്നത് അതിന് പല അർത്ഥ തലങ്ങളുമുണ്ട്. ഇന്നാണെങ്കിലും ഇപ്പോൾ പൊളിറ്റിക്കലി നമ്മൾ നോക്കിയാൽ ഇന്നും നോർത്താണ് ആര് ഭരിക്കണം എന്നുള്ളത് ഡിസൈഡ് ചെയ്യുന്നത്. ഇന്നും നോർത്താണ്. ആസാം മുതൽ ഗുജറാത്ത് വരെ ഏതാണ്ട് 361-62 സീറ്റുകളുണ്ട്. അപ്പോൾ അത് ഏതെങ്കിലും ഒരു പാർട്ടി, നോർത്ത് ഇന്ത്യയിൽ നല്ല വേരോട്ടമുള്ള ഒരു പാർട്ടിക്ക് ഒരു 300 സീറ്റുകൾ അതിൽ നേടിയെടുക്കാൻ വലിയ പ്രയാസമില്ല ഇന്നത്തെ സാഹചര്യത്തിൽ. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഇന്നത്തെ സാഹചര്യത്തിൽ പോലും നോർത്തിൽ വേരോട്ടമുള്ള, നോർത്തിനെ സ്വാധീനിക്കാൻ കഴിയുന്ന ഒരു പാർട്ടിക്ക് വളരെ എളുപ്പത്തിൽ ഭരണത്തിൽ വരാനും ആ ഭരണം തുടർന്ന് കൊണ്ടുപോകുവാനും സാധിക്കും. സൗത്ത്, അതായത് തെക്കേ ഇന്ത്യക്ക് ആ കാര്യത്തിൽ ഒന്നും തന്നെ ചെയ്യാൻ സാധ്യമല്ല. തെക്കേ ഇന്ത്യയിൽ ഇതുപോലെ ഈ വടക്കേന്ത്യയിൽ ഭരണം നടത്തുന്ന അല്ലെങ്കിൽ ഭരണത്തിൽ വരുന്ന ഒരു പാർട്ടിക്ക് ഒന്നും തന്നെ ഒരു സീറ്റ് കിട്ടിയില്ലെങ്കിലും അവർക്ക് ഭരണത്തിൽ വരാൻ സാധിക്കും. തെക്കേ ഇന്ത്യയിൽ ആ കൂടിയുള്ള സീറ്റ് എന്ന് പറഞ്ഞാൽ ഏതാണ്ട് 129 സീറ്റുകൾ മാത്രമേ ഉള്ളൂ. അതേസമയത്ത് വടക്കേ ഇന്ത്യയിലാണെങ്കിൽ ഏതാണ്ട് 361-62 സീറ്റുകളോളം ഉണ്ട് ഇപ്പോഴും. ഇത് കുറേ കൂടി, ഈ ഒരു വ്യത്യാസം കുറേ കൂടെ വലുതാവും ഇതിൻ്റെ സംഖ്യ കൂട്ടുമ്പോൾ. ഇപ്പം തന്നെ 50% എല്ലാവർക്കും കൂട്ടുന്നു എന്ന് പറഞ്ഞാൽ പോലും അവിടെ പോലും വലിയ സംസ്ഥാനങ്ങൾക്ക് വലിയ വർധനയും ചെറിയ സംസ്ഥാനങ്ങൾക്ക് ചെറിയ വർധനയും മാത്രമേ ഉണ്ടാവുകയുള്ളൂ. ഉദാഹരണത്തിന് ഇന്നിപ്പോൾ കേരളവും യു പിയും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത് 60 സീറ്റുകളാണ്. കേരളത്തിന് 20, യു പിക്ക് 80. അങ്ങനെ 60 സീറ്റുകളുടെ ഒരു വ്യത്യാസമാണ് കേരളവും യു പിയും തമ്മിലുള്ളത്. ഇതിപ്പോൾ ഈ 50% സ്റ്റെപ്പപ്പ് ചെയ്യുമ്പോൾ കേരളത്തിന് 30 വരികയും യു പിക്ക് 120 വരികയും ചെയ്യും. അപ്പോൾ അത് തമ്മിലുള്ള വ്യത്യാസം പറഞ്ഞാൽ 90 കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ 60-ൽ നിന്ന് നേരെ 90 അങ്ങനെ ഒരു 30 സീറ്റിൻ്റെ വ്യത്യാസം അവിടെ വന്നു കഴിഞ്ഞിരിക്കുന്നു യു പിയിൽ. എന്ന് പറഞ്ഞതുപോലെ ആ രീതിയിൽ അംഗസംഖ്യയുള്ള പോപ്പുലേഷൻ ഉള്ള സംസ്ഥാനങ്ങൾ. ഈ വിഷയത്തിനെക്കുറിച്ചൊരു ഗഹനമായ ഒരു സ്റ്റഡി ആരും തന്നെ നടത്തിയിട്ടുണ്ടായിരുന്നില്ല. അത് എന്തുകൊണ്ടാണ്? ഒന്നുകിൽ ഇത് പെട്ടെന്ന് വന്ന ഒരു ബില്ലാണ്. അപ്പോൾ ഇതിൻ്റെ വിശദാംശങ്ങളിലേക്ക് കടന്ന് അതിൻ്റെ എല്ലാ ഇംപ്ലിക്കേഷൻസും സ്റ്റഡി ചെയ്യാനുള്ള സമയം ഒരുപക്ഷെ കിട്ടിക്കാണത്തില്ല. കാരണം ഇത് പെട്ടെന്ന് വരികയും 2-3 ദിവസത്തെ സ്പെഷ്യലായിട്ടുള്ളൊരു സമ്മേളനം തീരുമാനിക്കുകയും അതിൽ ഇന്നതാണ് വിഷയമെന്ന് പിന്നീടാണ് അറിയുന്നത്. അങ്ങനെയൊക്കെയുള്ള ഒരു രീതിയായിരുന്നല്ലോ. അല്ലെങ്കിൽ ഈ മാതിരിയുള്ള വിഷയം എന്ന് പറയുന്നത് എല്ലാവരുമായിട്ടും ആലോചിച്ച് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു ഇക്വിറ്റബിൾ ആയിട്ടുള്ള, ഫെയർ ആയിട്ടുള്ള, ജസ്റ്റ് ആയിട്ടുള്ള, നീതിയുക്തമായ ഒരടിസ്ഥാനം, ഒരു ഫോർമുല ഇതിന് കണ്ടെത്തേണ്ട ആവശ്യമുണ്ട്. അത് അല്ലാതെ വെറും പൊളിറ്റിക്സ് മാത്രം കൈകാര്യം ചെയ്ത് ഈ ഒരു വിഷയത്തിന് നമുക്ക് പരിഹാരം ഉണ്ടാക്കാൻ സാധ്യമേ അല്ല എന്നുള്ളതാണ് അതിനകത്ത് പ്രധാന ഒരു കാര്യം. പക്ഷേ ആരും അങ്ങനെ ഫുള്ളി പ്രിപ്പയർഡ് ആയിരുന്നില്ല. ഇപ്പം തന്നെ ഈ 81 വകുപ്പിൽ കൊടുത്തിരിക്കുന്ന ഫോർമുലയ്ക്ക് പകരം വേറെ എന്ത് ഫോർമുല നമുക്ക് കൊണ്ടുവരാൻ കഴിയും എന്നുള്ളതിനെക്കുറിച്ച് എങ്ങനെയാണ് ഗവൺമെൻറ് അത് സമീപിക്കേണ്ടത് എന്ന് പറഞ്ഞാൽ അതിന് വളരെ ഗഹനമായ ഒരു സ്റ്റഡി നടത്തണം, കൺസൾട്ടേഷൻസ് നടത്തണം. ആ രീതിയിൽ മാത്രമേ അതിനൊരു പരിഹാരം ഉണ്ടാക്കാൻ പറ്റുകയുള്ളൂ. അത്ര സിമ്പിളായ ഒരു കാര്യമല്ലല്ലോ. കാരണം ഇത്രയും പോപ്പുലേഷൻ വർദ്ധിച്ചിരിക്കുന്ന ഒരു സമയത്തെ
സംസ്ഥാനങ്ങൾ തമ്മിലുള്ള അന്തരം വളരെയധികം വർദ്ധിച്ചിരിക്കുന്ന ഒരു സമയത്ത് എല്ലാവർക്കും സ്വീകാര്യമായ, ആർക്കും തന്നെ നഷ്ടമുണ്ടാവുകയോ അല്ലെങ്കിൽ മറ്റ് ഒരു രീതിയിൽ ഒരു അനീതിക്ക് ഇരയാവുകയോ ചെയ്യാതെ ഒരു 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 ഫോർമുലയാണ്, ഒരു പരിഹാരമാണ് ഇതിനാവശ്യമുള്ളത്. അപ്പോൾ അതൊക്കെ കണ്ടെടുക്കണം, അത് കണ്ടുപിടിക്കണം, അത് ഗവൺമെൻറ്റിൻ്റെ ചുമതലയാണ്. അവിടെയാണ് ഒരു ഡീറ്റെയിൽഡായിട്ടുള്ള ഇൻറ്റൻസീവായിട്ടുള്ള ഒരു കൺസൾട്ടേഷൻ്റെ ആവശ്യം വരുന്നത്. അതൊക്കെ വെറും ഒരു പൊളിറ്റിക്കൽ ലാഭത്തിന് വേണ്ടി ഉപയോഗിക്കാവുന്ന ഒരു വിഷയമേ അല്ലിത്. ഷെഡ്യൂൾ കാസ്റ്റ്, ഷെഡ്യൂൾ ട്രൈബ്സിന് വേണ്ടി സംവരണം ഉണ്ട്. പക്ഷേ OBC-കൾക്ക് ഈ കാര്യത്തിൽ ഇല്ല എന്ന് പറഞ്ഞാൽ OBC-കൾക്ക് അല്ലെങ്കിൽ തന്നെ സഭകളിൽ സംവരണം ഇല്ലല്ലോ, പൊതുവായി ഇല്ല. ജനറലായിട്ട് OBC-കൾക്ക് സംവരണം സഭകളിലില്ല, അസംബ്ലികളിലോ പാർലമെൻറ്റിലോ കൊടുത്തിട്ടില്ല. അത് ഷെഡ്യൂൾ കാസ്റ്റ്, ഷെഡ്യൂൾ ട്രൈബ്സുകൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ അങ്ങനെ OBC-കൾക്ക് സംവരണം ഇല്ലാത്തിടത്തോളം കാലം പിന്നെ സ്ത്രീകൾക്ക് മാത്രമായിട്ട് അങ്ങനെ കൊടുക്കാമോ? അതൊരു ചോദ്യമാണത്.